നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 18 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ ഒരു ബാത്റൂമിന്റെ ഇഷ്യൂ ആയിരുന്നു. അനീഷ് പറയുന്നു ഷാനവാസ് ആണ് ഇപ്പം ബാത്റൂം ടീമിന്റെ ക്യാപ്റ്റൻ. ബാത്റൂം ഒട്ടും ക്ലീൻ അല്ല, ഡസ്റ്റ്ബിൻ ആകെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആര്യനെ വിളിച്ച് പരാതി പറയുന്ന നമ്മുടെ അനീഷിനെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കണ്ടത്. അപ്പൊ ശരിക്കും എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീലാണ് ആ വാഷ്റൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒനീൽ അത് പിന്നീട് ക്ലീൻ ചെയ്യാൻ മറന്നുപോയതായിരിക്കാം. അപ്പോൾ അനീഷ് ഇതൊരു വലിയ വിഷയമാക്കി ആര്യൻ അവിടെ വന്ന് ഇന്റർഫിയർ ചെയ്ത് സംസാരിച്ച് പിന്നെ പ്രശ്നം ഒത്തുതീർപ്പാക്കി വിടേണ്ട ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലത്തെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഒരുപാട് സെഗ്മെന്റ്സ് ഒക്കെ, അതായത് പണിപ്പുര ടാസ്ക് നടന്ന ഒരു ദിവസമായിരുന്നു. പണിപ്പുര ടാസ്കിൽ നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അടപടലം തോൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ പണിപ്പുര ടാസ്ക് ശരിക്കും പറഞ്ഞാൽ 2 എണ്ണമായിരുന്നു. ആദ്യം ഒരു 750 പോയിന്റ്സ് കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ആദില നൂറയാണ് ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് തെരഞ്ഞെടുത്തത്. ആ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഞാൻ കുറച്ച് കൺഫ്യൂസ്, ഫാമിലീസ് ഒക്കെ ഇത്ര പെട്ടെന്ന് വരണം? സാധാരണ നമ്മൾ ഇത്രയും നാൾ കണ്ടുവരുന്ന ബിഗ് ബോസിനകത്ത് ഫാമിലീസ് ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അവരുടെ ഒരു എൻട്രി ഉണ്ടാവുന്നത്. പക്ഷെ ഇന്നലത്തെ ആ ഒരു ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ടാസ്ക് വന്നപ്പോൾ ഐ വാസ് എ ബിറ്റ് കൺഫ്യൂസ്ഡ്. അപ്പം ആദില നൂറ തീരുമാനിച്ചു, ഓക്കെ ആരുടെ ഫാമിലി വരണം? അപ്പാനി ഷർത്തിന്റെ ഫാമിലി വരട്ടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് കാരണം ആ ഫാമിലിയിൽ ഓൾറെഡി തന്നെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കൺഫ്യൂഷൻസും എല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓബിയസ്ലി അവൻ അങ്ങനെ ഒരു ചോയ്സ് എടുത്തതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് രേണു സുധിയുടെ ഫാമിലി വരട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്, അതൊരു നല്ല ചോയ്സ് ആയിട്ട് എനിക്കും തോന്നി. മൂന്നാമത്തേത് അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റെന വേണോ അതോ സരിക വേണോ അതോ വേറെ ആരെങ്കിലും വേണോ? അപ്പോൾ അവർ കുറച്ച് ഡിസ്കഷന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ റെനയുടെ ബോയ് ഫ്രണ്ട് വരട്ടെ എന്ന്. അതെന്റെ ആവശ്യമില്ലായിരുന്നു, വേറെ ആരെയെങ്കിലും ചൂസ് ചെയ്യായിരുന്നു. അപ്പം ടാസ്ക് അങ്ങനെ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വേറൊരു ക്യൂ കാർഡ് എടുത്ത സമയത്ത് അവർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 750 പോയിന്റ്സ് ഇവർക്ക് കിട്ടണമെങ്കിൽ ഫാമിലീസ് വരാൻ പാടില്ല. ശരിക്കും ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ ആൾക്കാരും ദേ ചൂസ് ദ ഫാമിലി അല്ലേ? ദേ ഡെഫിനറ്റ്ലി ചൂസ് ദ ഫാമിലി. സോ അതുപോലെ തന്നെ അവർ ഫാമിലിയെ ചൂസ് ചെയ്തു. അങ്ങനെ ആ 750 പോയിന്റ്സ് അവിടെ നഷ്ടമായി. പണിപ്പുരയിലെ ആ ടാസ്കിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് അടപടലം പരാജയപ്പെട്ടു. രണ്ടാമത്തെ ടാസ്കിൽ ഓബ്വിയസ്ലി തെരഞ്ഞെടുത്തത് അനീഷിനെയും ആര്യനെയും ജിസേലിനെയാണ്. ശരിക്കും ബിഗ് ബോസ് എപ്പോഴും പറയാറുണ്ട് കുറച്ച് ടാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അതിനകത്തേക്ക് വിടൂന്ന്. അപ്പൊ ശരിക്കും ബിഗ് ബോസ് അവർക്കൊരു ക്യൂ കൊടുത്തതാണ് ചൂസ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഇവരെ അകത്തേക്ക് വിട്ടു. അനീഷിന് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പിക്ക് ചെയ്ത കാർഡിനകത്ത് ഉണ്ടായിരുന്നത് ഇനി സംസാരിക്കാൻ പാടില്ല, സീസൺ കഴിയുന്നിടം വരെ ഇനി സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബിഗ് ബോസിൽ നിന്ന് അനീഷിനുണ്ടായത്. അനീഷ് കേട്ടവാതി ഓക്കെ ശരി ഇനി ഞാൻ വേണ്ടില്ല എന്ന് പറഞ്ഞ് അനീഷ് ആ സമയം തന്നെ സ്വന്തം ഗെയിം ആരംഭിച്ചതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത് ആര്യനാണ് കാർഡ് എടുത്തത്. ആര്യന് ജ്യൂസ് ഫുൾ കുടിക്കണം എന്നതായിരുന്നു ആര്യന്റെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് ആണ് നമ്മൾ എല്ലാവരും ഞെട്ടിയൊരു ടാസ്ക്. കണ്ടവർക്കറിയാം, കാണാത്തവർക്കായി പറയുകയാണ്. ജിസൈൽ തല മൊട്ടയടിക്കണം. അപ്പൊ തന്നെ എല്ലാവരും ഷോക്കായി. ജിസൈൽ തല മൊട്ടയടിക്കണോ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആര്യന് വേണമെങ്കിൽ ഈ ടാസ്ക് ജിസൈലുമായി വെച്ച് മാറാം. അപ്പൊ ആര്യൻ പറഞ്ഞു, ആര്യൻ അവിടെ കുറെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത രീതിയിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ പറ്റില്ല, ഒരു മരണം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ തല മൊട്ടയടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ എന്ത് വന്നാലും അത് ചെയ്യൂല എന്ന് ആര്യൻ വളരെ സ്ട്രോങ് ആയി പറയുന്നൊക്കെ കണ്ടു. അതിന്റെ ഇടയ്ക്ക് ജിസൈലിനും ആര്യനും മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ ഈ 2 കാർഡും ഉണ്ടായിരുന്നത് മലയാളത്തിലാണ്. അനീഷിന്റെ അടുത്ത് ഇതൊന്ന് വായിച്ചു തരുമോ അനീഷ് എന്ന് പറഞ്ഞു. അനീഷ് വായിച്ചില്ല. കാരണം ബിഗ് ബോസ് അനീഷിന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞ ആ പോയിന്റിൽ തന്നെ അനീഷ് സ്വന്തം ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അനീഷ് പിന്നെ സംസാരിച്ചിട്ടേയില്ല. പലതരം പ്രൊവക്കേഷൻ ഉണ്ടായിട്ടും അനീഷ് സംസാരിച്ചില്ല. പിന്നീട് ഈ കാർഡ് വായിക്കാനായിട്ട് ബിഗ് ബോസ് തന്നെ പുറത്തുനിന്നൊരു കണ്ടസ്റ്റന്റ് പറഞ്ഞാൽ അപ്പാനിഷടുത്ത് വന്നിരുന്ന് വായിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അപ്പാനിഷടുത്ത് വന്ന് വായിച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ശരിക്കും ഇന്നലത്തെ പണിപ്പുര ടാസ്കിൽ മര്യാദയ്ക്ക് പെർഫോം ചെയ്ത ഒരേ ഒരാള് അനീഷാണ്. അനീഷിന്റെ ഗെയിം എവിടെയോ ഡൗൺ ആയി പോയി എന്ന തോന്നലിൽ നിന്ന് അനീഷിന്റെ ഗെയിം
സ്റ്റിൽ അറ്റ് ടോപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദില, നൂറ ഈ പറയുന്ന ഈ ഒരു ടഫായിട്ടുള്ള, അതായത് ഈ ഹൗസ് മേറ്റ്സിന് 750 പോയിന്റ്സ് കിട്ടാവുന്ന ഈ ലക്ഷറി ടാസ്കിൽ അവർ ഇമോഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അവർ ഗെയിം സ്ട്രാറ്റജിക്കോ അല്ല. ഓക്കെ ഫാമിലീസ് വരണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ 750 പോയിന്റ് അവർക്ക് കിട്ടിയെന്നെ. പക്ഷെ അനീഷ് അങ്ങനല്ല. അനീഷ് ഗെയിമിന് തന്നെ അവിടെ പ്രാധാന്യം കൊടുത്തു. അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്തു ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു പ്ലെയറാണ് അനീഷ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ നമുക്കതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണാം. അതുപോലെ അനുമോളുടെ ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും കുറച്ച് മാറി വരുന്നുണ്ട്. ആൻഡ് ജിസേൽ ഹൗസിനകത്തുള്ള സപ്പോർട്ട് വളരെ കൂടുതലാണ്. അത് പുറത്തും വളരെ കൂടുതലാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജിസേലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെയും പറഞ്ഞിരുന്നു, ജിസേലിന് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെ ഓഡിയൻസിനെ കയ്യിലെടുക്കാം എന്നുള്ള ടാക്ടിക്സ് അറിയാം. അപ്പോൾ ജിസേൽ വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടന്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എങ്ങനെയായിരിക്കും ഇത് മുമ്പോട്ട് പോകാമെന്നുള്ളത്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അനീഷും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്നത് കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പേരുകൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ഒരു ലെവലിൽ കൂടുതൽ താന്ന് ചീത്ത വിളിക്കുന്നതോ അല്ലെങ്കിൽ അസഭ്യം പറയുന്നത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും പലതരം മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ പോലും അനീഷ് ഒരിക്കലും ഒരു ലെവൽ വിട്ട് അത് ചെയ്യാറില്ല. കാരണം ഇതൊരു കുടുംബം കാണുന്ന ഒരു ഷോ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ലിമിറ്റിൽ നിന്ന് തന്നെയാണ് കളിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 7 2 ടാസ്കുകളും വളരെ വൃത്തിയായി തന്നെ കണ്ടസ്റ്റൻസ് തോറ്റിട്ടുണ്ട്. അവരവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇവരെങ്ങനെയാണ് ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും കാണാൻ പറ്റുന്നവർ ബിഗ് ബോസ് സീസൺ 7 കാണുക. കാണാൻ പറ്റാത്തവർ കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച് എന്നും പറയുന്ന പോലെ വിൽ ബി ഹിയർ വിത്ത് ന്യൂ അപ്ഡേറ്റ്സ്. താങ്ക് യു.